ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനാതിമിരാന്ധസ്യ നാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തില് നമ്മൾ ഫേസ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലേ. അതിൽ നല്ലവരുമുണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. എന്നാൽ ചില ആൾക്കാരാണെങ്കിൽ നമ്മൾ എത്ര നല്ലത് ചെയ്താലും, അതായത് നമ്മൾ ഒരു ചെറിയ കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി അവരിങ്ങനെ കാത്തു നിൽക്കും. നമ്മൾ എത്ര നല്ലത് ചെയ്താലും ആ ഒരു ചെറിയ മിസ്റ്റേക്ക്, അത് നമ്മൾ അറിഞ്ഞുകൊണ്ടാകട്ടെ അറിയാതെ ആകട്ടെ, ആ ഒരു ചെറിയ മിസ്റ്റേക്ക് ചെയ്താൽ പിന്നെ അത് എല്ലാവരുടെ പരത്താൻ വേണ്ടി, അതായത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അവരൊരിക്കലും പറയില്ല. എന്നാൽ നമ്മൾ ചെയ്യുന്ന ആ ഒരു ചെറിയ മിസ്റ്റേക്ക് അവരെല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കും. അതിനെ പരദൂഷണം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. അപ്പം അങ്ങനെ നമ്മളെ വഴക്കാതെ ഇത് നമ്മുടെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ ഇനി ഒരു കുറെ പേരാകട്ടെ എന്ന് വെച്ചാല് എന്ത് ചെയ്യും, നമ്മളെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള സ്നേഹമൊക്കെ അവര് പിടിച്ചു വാങ്ങിക്കും. നമ്മള് ചിലപ്പോ അവർ അമിതമായിട്ട് വിശ്വസിച്ച് നമ്മുടെ സ്നേഹമൊക്കെ, അതൊരു 100% സ്നേഹം നമുക്ക് അവർക്ക് കൊടുക്കും. പക്ഷെ അവര് നമുക്ക് തിരിച്ച് എന്തായിരിക്കും തരാ, അതായത് അവർ ആ ഒരു ചതി നമ്മളെ യൂസ് ചെയ്തിട്ട് അവര് നമ്മളെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതല്ലേ. അതായത് നമുക്ക് അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ വേണ്ടാന്ന് പറഞ്ഞിട്ട് കിടക്കും. ഇപ്പൊ പൈസ ആയിക്കോട്ടെ, സ്നേഹം ആയിക്കോട്ടെ, അങ്ങനെയാണ് അവർ ഉപയോഗിക്കുന്നത്. അത് കലിയുഗത്തിന്റെ ഒരു പ്രശ്നം അങ്ങനെയാണ്. നമ്മൾ ചിലപ്പോ ഫുള്ള് അവർക്ക് കൊടുക്കുമെങ്കിൽ അവർ നമ്മുടെ പകുതിയെ നമുക്ക് തിരിച്ചു. ഇപ്പൊ ഉള്ള എല്ലാ കാര്യങ്ങളും, അതായത് എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇതിൽ രണ്ടിലും പെടാത്ത ആൾക്കാരാണ് എന്താ ഡിവോട്ടീസ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ചില പ്രഭുപാദ് പറയുന്നുണ്ട്, ഡിവോട്ടീസ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഈ രണ്ട് വിഭാഗങ്ങളിലും പെടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇനി ഈ രണ്ട് വിഭാഗങ്ങളിൽ പെടുന്ന ആൾക്കാരെ ഭഗവാൻ അങ്ങനെ വെറുതെ വിടുവൊന്നുമില്ല. ഭഗവാന് അവർക്ക് എന്താണ് കൊടുക്കണേന്ന് അറിയില്ല. അതിന് നമുക്ക് ആദ്യം ഒരു കഥ, അതിന്റെ ഒക്കെ ഒരു കഥയുണ്ട്. അതായത് ഒരു രാജാവുണ്ട്. അദ്ദേഹം ഭഗവാന്റെ വലിയ ഭക്തനാണ്. ഒരു രാജാവ് ഭഗവാന്റെ വലിയ ഭക്തനാണ്. അപ്പൊ എല്ലാ ഏകാദശിയും മുടങ്ങാതെ എടുക്കുന്ന ഒരു വ്യക്തിയാണ് ഈ രാജാവ്. അപ്പം ഈ ഏകാദശി ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാ, നമ്മളൊക്കെ എങ്ങനെയാ ഏകാദശി എടുക്കുക പിറ്റേന്ന് പാരണ സമയത്ത് വ്രതം മുറിച്ചിട്ട് അതായിട്ടുള്ള അരി ആഹാരങ്ങൾ നമ്മൾ കഴിക്കും. അപ്പൊ ഈ രാജാവ് പക്ഷെ അങ്ങനെയല്ല. അദ്ദേഹം ഈ വ്രതം മുറിച്ചതിന് ശേഷം എത്രയോ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ഭഗവാൻ ഭഗവത്ഗീത പറയുന്നുണ്ട്, ബ്രഹ്മത്തെ അത്ര ഇതുള്ള, അതായത് സാ ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ സജ്ജനങ്ങള്, ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന സജ്ജനങ്ങള് അല്ലെങ്കിൽ ബ്രാഹ്മണരെ ഇദ്ദേഹം വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുത്ത് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത് അവരെ എന്താണ് നിറച്ചിട്ട് അവർ ആ ഒരു സന്തോഷത്തിൽ അവർ ഇറങ്ങിപ്പോകും. അപ്പൊ ആ രീതിയിൽ ഇദ്ദേഹം എല്ലാ ഏകാദശി കഴിഞ്ഞിട്ടും ഇദ്ദേഹം ചെയ്യുമായിരുന്നു. അപ്പൊ അത്രയും പുണ്യം ഇദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടേയിരുന്നു. അപ്പം ഇദ്ദേഹം ഇങ്ങനെ ഒരു ദിവസം ഒരു ഏകാദശി കഴിഞ്ഞ് ഇദ്ദേഹം പറയണ സമയത്ത് വ്രതം മുറിച്ചതിന് ശേഷം ഇങ്ങനെ ഇത്രയോ ബ്രാഹ്മണരെ വിളിച്ചിരുത്തി ഇദ്ദേഹം ഭക്ഷണം കൊടുക്കുകയാണ്. അപ്പൊ ആ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹമാണ് വിളമ്പിക്കൊടുക്കുന്നത്. ഈ രാജാവ് തന്നെയാണ് വിളമ്പിക്കൊടുക്കുന്നത്. അപ്പൊ ഈ അതായത് ഇവരിങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തിൽ നിന്നാണ് ഇവര് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഈ മുകളിൽ കൂടെ ഒരു പരുന്ത് ഇങ്ങനെ പറന്നു പോകുന്നുണ്ടായിരുന്നു. ആ പരുന്തിന്റെ വായിലാണെങ്കിൽ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം. അതായത് പരുന്താണെങ്കിൽ എന്താണ്, ആ സർപ്പത്തെ കൊന്നിട്ട് അതിനെ ഭക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. അപ്പൊ ഈ ഉഗ്രവിഷമുള്ള ഒരു സർപ്പം ഈ പരുന്തിന്റെ വായിൽ ഇങ്ങനെ വെക്കും. അപ്പൊ ഈ സർപ്പം മരിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഈ സർപ്പത്തിന്റെ വായിൽ നിന്ന് ഒരു തുള്ളി രക്തമല്ല, വിഷം. അപ്പം ഈ ഒരു തുള്ളി വിഷം എന്ത് ചെയ്യും, ഈ അവിടെ ഇരിക്കുന്ന ഒരു ബ്രാഹ്മണന്റെ ഫുഡിലോട്ട് വീഴും. അപ്പൊ ഈ രാജാവ് ആ ബ്രാഹ്മണന് തന്നെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതറിയാതെ ഇത് രാജാവും കാണുന്നില്ല, ബ്രാഹ്മണനും കാണുന്നില്ല, ഇവിടെയുള്ള ആരും കാണില്ല. അപ്പം ഈ വിഷം അത്രയ്ക്ക് മൈന്യൂട്ടായിട്ട് പെട്ടെന്ന് വന്ന് ആ ഭക്ഷണത്തിലോട്ട് വീണ് അതിലോട്ട് അങ്ങ് കയറാണ്. അതുകൊണ്ട് ആർക്കും മനസ്സിലാവുന്നുമില്ല. അപ്പം എന്നിട്ട് ആ പരുന്ത് പറന്നു പോകും. അപ്പൊ ഈ രാജാവ് ഭക്ഷണം വിളമ്പുന്നു, ഈ ബ്രാഹ്മണൻ അത് ആസ്വദിച്ച് കഴിക്കുന്നു. പെട്ടെന്ന് ഈ ബ്രാഹ്മണൻ എന്തോ ഒരു വിറയല് പോലെ വന്നിട്ട് ഈ ബ്രാഹ്മണൻ അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. ഇത് കണ്ടിട്ട് രാജാവും അവിടുത്തെ പരിവാരങ്ങളെല്ലാവരും ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. കാരണം താൻ ഇത്രയും നേരം ഒരു കുഴപ്പമില്ലാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ആള്
പെട്ടെന്ന് മരിച്ചു വീഴും. അതും രാജാവിന്റെ ഭക്ഷണമല്ലേ കഴിക്കുന്നേ, അപ്പൊ അതിലും രാജാവിനും കുറ്റം വരും. അപ്പൊ അതുകൊണ്ട് ഇവരെന്ത് ചെയ്തു, പെട്ടെന്ന് വൈദ്യരെയൊക്കെ വിളിച്ചു. പക്ഷെ ഇതേ മരിച്ചു പോയല്ലോ, അപ്പം പിന്നെ ഒരു കാര്യമില്ല. അപ്പൊ മനസ്സിലായി വിഷം ഉള്ളിച്ചെന്നിട്ടാണ് മരിച്ചു പോയെന്ന് മനസ്സിലായി. അപ്പൊ ഇത് നാരദമുനി, നമ്മുടെ നാരദമുനി ആണെങ്കിൽ എന്ത് ചെയ്യാണ്, ഈ സംഭവങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്, അതായത് ഈ രാജാവ് വളരെ പ്രസിദ്ധനായിരുന്നു. കാരണം ഇങ്ങനെ ഫുഡൊക്കെ ബ്രാഹ്മണർക്ക് ഫുഡ് കൊടുക്കുന്ന ആൾക്കാരൊക്കെ അന്ന് വന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ വലിയ ആളാണ്. അപ്പം ഈ നാരദമുനി എന്ത് ചെയ്തു, ഈ ബ്രാഹ്മണർക്ക് ഫുഡൊക്കെ കൊടുക്കുന്ന കാണാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ അറിയുന്നത്. അപ്പൊ ഈ നാരദമുനി നോക്കുമ്പോ യമരാജാവ് അവിടെ നിപ്പുണ്ട്. അപ്പൊ ഈ മരിച്ചു വീണ ആളുടെ ആത്മാവിനെ എടുക്കാൻ വേണ്ടിയിട്ട് യമരാജാവ് അവിടെ നിപ്പുണ്ട്. പക്ഷെ യമരാജാവ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചിന്തിക്കുന്നത് വെച്ചാല്, ഈ ഒരു കർമ്മം, ഇദ്ദേഹം മരിച്ചതിനൊരു കർമ്മബലം ഇല്ലേ? കാരണം ഇദ്ദേഹം സ്വയമേ മരിച്ചതല്ലല്ലോ. ഒരാള് എന്തായാലും ഇദ്ദേഹം വിഷം ഉള്ളിച്ചെന്നാണ് മരിച്ചത്. വിഷം തന്നെത്താനെ ഉള്ളിച്ചെല്ലില്ല. അപ്പം അതിനൊരു കർമ്മബലം ഇല്ലേ? അപ്പൊ ആ കർമ്മബലം ആർക്ക് കൊടുക്കും എന്ന് യമരാജാവിന്റെ സംശയം. അപ്പൊ ഈ നാരദമുനി പോയി ചോദിക്കും, യമരാജാവെ അങ്ങ് എന്തിനാണ് ഇവിടെ ഇങ്ങനെ ആലോചിച്ചോണ്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ കർമ്മബലം ആർക്ക് കൊടുക്കും? അപ്പൊ നാരദമുനി ചോദിക്കും, ഇതിനും കർമ്മബലം ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പം നമ്മുടെ യമരാജാവ് പറയും, എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കർമ്മവും, നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും, ഓരോ ചെറിയ പ്രവൃത്തിക്ക് പോലും അതിൻ്റെതായിട്ടുള്ള കർമ്മബലമുണ്ട്. അത് ചിലപ്പം പാപമായിരിക്കാം, പുണ്യമായിരിക്കാം, പിന്നെ ഒന്നും ഇതിൽ രണ്ടിലും പെടാത്തതായിരിക്കാം. അപ്പം എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കർമ്മം, അതെല്ലാം നമ്മൾ അനുഭവിക്കുകയും വേണം. അങ്ങനെ ഈ എന്ത് ചെയ്തു, അപ്പൊ ഈ രാജാവിന്റെ അടുത്ത് പോയി സോറി, അപ്പൊ ഈ യമരാജാവിന്റെ അടുത്ത് പോയി ചോദിക്കുമ്പോ യമരാജാവ് പറയും, ഇത് ആർക്ക് ഈ കർമ്മഫലം കൊടുക്കും എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നാരദമുനി പറയും, അങ്ങ് ആർക്ക് കൊടുക്കും, ആർക്ക് കൊടുത്താലും അത് തെറ്റായി പോകും. കാരണം ഈ പരുന്ത് എന്തറിഞ്ഞു അല്ലെ, ഈ പരുന്താണെങ്കില് ആകാശത്ത് തന്നെ ഇരയെ കിട്ടിയത്, തനിക്ക് ഭക്ഷണം കിട്ടിയ സന്തോഷത്തിൽ ആ ഒരു ആകാശത്ത് കൂടെ ഒന്ന് പറന്നു പോയല്ലേ ഉള്ളൂ. അല്ലാതെ അത് ഈ ബ്രാഹ്മണനെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ടല്ലല്ലോ പോയത്. പിന്നെ ആ പാമ്പാണെങ്കിൽ മരിച്ചും പോയ പാമ്പാണ്. അപ്പൊ അതറിഞ്ഞ് അതുപോലും അറിയാതെയാണ് വിഷം വന്നിട്ട് അതിന്റെ ബ്രാഹ്മണന്റെ ഫുഡ് വീണത്. പിന്നെ രാജാവ് എത്രയോ സത്കർമ്മങ്ങൾ ചെയ്യുന്ന രാജാവാണ്. അദ്ദേഹം പോലും അറിഞ്ഞില്ല താൻ വിളമ്പുന്ന ഫുഡിൽ വിഷമായിരുന്നു എന്ന് അറിഞ്ഞില്ല. അദ്ദേഹം എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്ന ഒരു രീതിയിലായിരുന്നു അദ്ദേഹം ഈ ബ്രാഹ്മണന് വിളമ്പി കൊടുത്തത്. അപ്പൊ പിന്നെ ഇവര് മൂന്ന് പേരും ആണല്ലോ ഇതിനു ഈ എന്താ ഈ ബ്രാഹ്മണന്റെ മരണത്തിന്റെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഈ മൂന്ന് പേരും നിരപരാധികളാണ്. അപ്പം അതുകൊണ്ട് അങ്ങ് ആർക്ക്, ഈ മൂന്ന് പേരിൽ അങ്ങ് ആർക്ക് കർമ്മബലം കൊടുത്താലും അത് തെറ്റായി പോകുമെന്ന് നാരദമുനി പറഞ്ഞു. അപ്പം യമരാജാവ് പറഞ്ഞു, അത് തന്നെയാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മൂന്ന് പേർക്ക് കൊടുത്താലും ശരിയാവൂല. കാരണം ഈ മൂന്ന് പേരും ഒരിക്കലും ഈ ബ്രാഹ്മണനെ കൊല്ലണം എന്ന് വിചാരിച്ചിട്ട് കൊന്ന ആൾക്കാരല്ല. എന്താണ് അവരുടെ മനസ്സിൽ അവരെ പോലും അറിയാതെ മരിച്ചു പോയതാണെന്ന് വിചാരിക്കും. അങ്ങനെ ഈ യമരാജാവ് ഒരുപാട് നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറയും, ഇനി ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് യമരാജാവ് പെട്ടെന്ന് ഒരു സാധുവിന്റെ വേഷത്തില് വിഷം മാറിയിട്ട് ഈ രാജാവിന്റെ കൊട്ടാരത്തിന്റെ ആ ഒരു പാചകശാല, ആ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടക്കും. ഇതൊക്കെ നാരദമുനി അവിടെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ നടന്നിട്ട് പെട്ടെന്ന് അവിടെ ഒരു സ്ത്രീ ഇരിക്കുന്ന കാണും. അല്ലാത്തൊരു സ്ത്രീ ഇരിക്കുന്ന കാണും. എന്നിട്ട് ആ സ്ത്രീയോട് പോയി ചോദിക്കും, ഇവിടെ ഈ രാജാവ് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കുന്നില്ലേ, ആ രാജാവിന്റെ പാചകശാല ഒന്ന് എനിക്ക് കാണിച്ചു തരുമെന്ന് ചോദിക്കും. അപ്പം ഈ സ്ത്രീ ആണെങ്കിൽ എന്ത് പറയും, ഈ സ്ത്രീക്കാണെങ്കിൽ അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. കാരണം രാജാവിന്റെ അവിടെ പോകുന്നു, രാജാവിനോട് കുറച്ച് അസൂയൊക്കെ ഉള്ള ആളാണ്. അതുകൊണ്ട് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഈ സ്ത്രീ പറയുന്നത്, ആ അതുവഴിയാണ് പാചകശാലയുടെ വഴി കാണിച്ചു കൊടുക്കുക. എന്നിട്ട് പറയും, അങ്ങോട്ടേക്ക് പോയിക്കോ, പക്ഷെ അവിടെ നിന്ന് ഭക്ഷണം ഒന്നും വാങ്ങിച്ച് കഴിക്കരുത്. കാരണം അവിടെ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച ഒരാളുടെ മരണത്തിനെ പറ്റിയാണ് ദൈവം ചെയ്തത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ മിസ്റ്റേക്ക് നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടായ പിന്നെ അത് അറിയാൻ ആളുണ്ടാവില്ല. കാരണം അത് അത്രയ്ക്ക് സ്പ്രെഡ് ആയിട്ട് ആ രാജ്യം മുഴുവൻ പടർന്നു കഴിഞ്ഞു. അപ്പം ആ സ്ത്രീ പറയും, എന്താണ്, അങ്ങോട്ടേക്ക് പോവണ്ട, അല്ല അങ്ങോട്ടേക്ക് പൊക്കോ, പക്ഷെ അവിടെ നിന്നൊന്നും ഭക്ഷണമൊന്നും വാങ്ങിച്ച് കഴിക്കരുത്. കാരണം ഇപ്പോഴാണ് ഒരു ബ്രാഹ്മണൻ അവിടെ മരിച്ചു വീണത്. ആ രാജാവ് കൊടുത്ത ഭക്ഷണം കഴിച്ച് ആ രാജാവ് ചെയ്യുന്നത് അത്ര തെറ്റാണ്, എന്തോ ദുരൂഹത ഇതിലുണ്ട്. ആ രാജാവ് മനഃപൂർവ്വം വിഷം കൊടുത്തതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഈ രാജാവ് പോലും അറിയാത്ത രാജാവിന്റെ പല കുറ്റങ്ങളും അങ്ങ് പറഞ്ഞല്ലേ. നമ്മളൊരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഇല്ലാത്തതും ഉള്ളതും ഒക്കെ നമ്മൾ അങ്ങ് എടുത്ത് പറയും. അതുപോലെ ഈ സ്ത്രീ
രാജാവ് പോലും അറിയാത്ത രാജാവിന്റെ കുറ്റങ്ങൾ, അതിനെയാണ് ഇപ്പൊ പരദൂഷണം എന്ന് പറയുന്നത്. കുറ്റങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ തുടങ്ങി. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് യമരാജ എല്ലാം ഇങ്ങനെ കേട്ടോണ്ട് അറിയാത്ത പോലെ ഇങ്ങനെ എല്ലാം തലയാട്ടി കേട്ടോണ്ടിരിക്കട്ടെ. യമജു അതെയോ എന്ന് പറഞ്ഞിട്ട് യമരാജാവ് തിരിച്ച് പോവാണ്. അപ്പം ഈ നാരദ മുനിയുടെ എന്നിട്ട് നാരദ മുനിയുടെ ഫ്രണ്ടിൽ പോയിട്ട് പറയും, കിട്ടി, ഈ കർമ്മഫലം, ഈ ബ്രാഹ്മണന്റെ മരണത്തിന്റെ കർമ്മഫലം കൊടുക്കാനുള്ള ആളെ കിട്ടി എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്ക് എന്താ, ഈ സ്ത്രീയാണ്. അപ്പൊ നമ്മുടെ നാരദ മുനി ചോദിക്കുക, ആരാണ് ആ വ്യക്തി എന്ന് ചോദിക്കുമ്പോ ഈ സ്ത്രീയാണ് ആ വ്യക്തി എന്ന് പറയും. അപ്പൊ നാരദ മുനി ചോദിക്കുക, അതെങ്ങനെ ശരിയാവും? ഇത് പറഞ്ഞ ഉടനെ യമരാജാവ് എന്ത് ചെയ്യും, അവിടുന്ന് ആ ആത്മാവിനെ വിളിച്ചിട്ട് തന്റെ ലോകത്തോട്ട്, യമപുരിയിലോട്ട് പോകും. അപ്പൊ ഇവിടെ ഇപ്പൊ ആരാണ് പെട്ടിരിക്കുന്നത്? നാരദ മുനിയാണ്. നാരദമുനിക്ക് ഒന്നും മനസ്സിലായിട്ടില്ല. എന്തിനാണ് ഈ കർമ്മബലം കൊടുക്കുന്നത് പോലും നാരദ മുനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അവർ ഒരുപാട് ചിന്തിച്ച് അവസാനം ചിന്തിക്കാൻ വയ്യാതെ നാരദമുനി എന്ത് ചെയ്യും, നാരദമുനിയുടെ എന്താണ് പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ എവിടെയുള്ളൂ? ഭഗവാന്റെ എവിടെയുള്ളൂ. അങ്ങനെ ഭഗവാന്റെ അവിടെ പോയി ചോദിക്കും. എന്നിട്ട് ഭഗവാനോട് ഈ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഭഗവാനോട് പോയി ചോദിക്കും, ഇതിന് എന്താണ് പ്രതിവിധി, അതായത് മീൻസ് ഇത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീക്ക് ഈ കർമ്മബലം കിട്ടാൻ കാരണം എന്ന് ചോദിക്കും. ഭഗവാൻ പറയും, തെറ്റ് ചെയ്യുന്നതിനേക്കാളും പാപമാണ് ആ ചെയ്ത തെറ്റ് എല്ലാരോടും പറഞ്ഞു നടക്കുന്നത് എന്ന് ഭഗവാൻ പറയും. ഈ രാജാവ് എന്താണ്, നമ്മൾ ഒരാളുടെ തെറ്റ് കണ്ടാല് ആ തെറ്റ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾക്ക് അടുത്തറിയാവുന്നവരാണെങ്കിൽ നമ്മൾ എന്താണ് അവരെ പോയി അത് തിരുത്തിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇത് അതിനേക്കാളും പാപമാണ് എന്ത്, ആ തെറ്റ് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നതും അവരെ ക്രിറ്റിസൈസ്, അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ അവരെ കുറ്റം പറഞ്ഞു നടക്കുന്നത് അതിലും വലിയ തെറ്റാണ്. അപ്പം ഈ പാപം ചെയ്ത ആളുടെ പകുതി കർമ്മഫലം ആർക്ക് കിട്ടും? ഈ തെറ്റ് ചെയ്ത ആൾക്ക്. അതായത് ഈ ബാക്കിയുള്ളവരുടെ കുറ്റം പറഞ്ഞു നടക്കുന്നില്ല, അയാൾക്ക് പകുതി കർമ്മഫലം കിട്ടും. ഇനി ആകട്ടെ ഈ കുറ്റം ചെയ്യുന്ന ആള് അറിയാതെയാണ് ആ കുറ്റം ചെയ്തിട്ട്, അതാണ് അയാളെ പോലും അറിയാതെയാണ് ഇവര് ഇതൊക്കെ പറഞ്ഞു നടക്കുന്നെങ്കിൽ അവർക്ക് എന്ത് കിട്ടുമെന്ന് വെച്ചാല് ആ കുറ്റം ചെയ്ത ആളുടെ ഫുള്ള് കർമ്മഫലവും എന്ത് ചെയ്യും, ആ കുറ്റം പറഞ്ഞു നടക്കുന്ന ആൾക്ക് കിട്ടും. അപ്പൊ യമരാജാവ് നോക്കിയപ്പോ തന്റെ മുമ്പിൽ ആദ്യമേ കിട്ടിയത് അങ്ങനത്തെ ഒരാളെയാണ്. അപ്പൊ രാജാവ് അറിയാതെ ചെയ്ത തെറ്റായതുകൊണ്ട് തന്നെ ആ കർമ്മഫലം മുഴുവൻ ആർക്ക് കിട്ടി? ഈ സ്ത്രീക്ക് കിട്ടി. അപ്പൊ നമ്മള് നമ്മുടെ ലൈഫില് അറിയാതെ പോലും ആരെയും ഒരിക്കലും കുറ്റം പറയാൻ പാടില്ല. കാരണം നമുക്കറിയില്ലല്ലോ അവര് ചെയ്യുന്നതിന് പിന്നിൽ ഒരു ഉദ്ദേശം ഉണ്ടാവും. അപ്പൊ അത് തെറ്റായിരുന്നോ ശരിയായിരുന്നോ എന്ന് ഒരിക്കലും നമുക്കറിയില്ല. അപ്പൊ പിന്നെ നമ്മൾ ചുമ്മാ പോയി അവരെ കുറിച്ച് ബാക്കിയുള്ളവരടുത്ത് കുറ്റം പറഞ്ഞാൽ അവരുടെ കർമ്മഫലം, അവർ തെറ്റാണ് ചെയ്തെങ്കിൽ അവരുടെ അത്രയും കർമ്മഫലം നമുക്ക് തന്നെ കിട്ടും. അതുകൊണ്ടാണ് പ്രഭുപാദർ ഇസ്കോണില് ഈ പരദൂഷണം എന്ന് പറയുന്നത് സ്ട്രിക്റ്റ് ആയിട്ട് റെസ്ട്രിക്റ്റ് ചെയ്ത ഒരു സംഭവമാണ് ഈ പരദൂഷണം. ഹരേ കൃഷ്ണ.